ശ്രീ വിജി തമ്പി, നിലയ്ക്കലിൽ അയ്യപ്പ ഭക്തർക്ക് നേരെയുള്ള ലാത്തിച്ചാർജ്, അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അടിച്ച് തകർക്കുന്നു. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ഇരുട്ടിൻ്റെ മറവിൽ സന്നിധാനത്ത് എത്തിച്ച ആവേശം, പന്തളത്തുണ്ണിത്താനെ കല്ലെറിഞ്ഞു കൊന്നത്, ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞത്, അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ പരിഹാസ പ്രസ്താവനകൾ ഒന്ന് റീവൈൻഡ് ചെയ്താൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അനവധി ദൃശ്യങ്ങൾ. ആചാരങ്ങളുടെ ധ്വംസനത്തിന് രണ്ടും കൽപ്പിച്ചിറങ്ങിയവർ ഒരാഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിന് പിന്നിലെ അജണ്ട കേവലം വോട്ടിനപ്പുറത്തേക്ക് മറ്റെന്തോ ആവില്ലേ ശ്രീ വിജി തമ്പി? നമസ്കാരം. സ്വാമി ശരണം. സ്വാമി ശരണം. ഈ ജനം ടിവിയുടെ ഇതിന്റെ ഒരു ഹെഡിങ് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇത് എന്തിനുള്ള പുറപ്പാടാന്നുള്ളതാണ് കാര്യം. ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾക്കും ഹൈന്ദവർക്കും എല്ലാവർക്കും അറിയാം ഈ പിണറായി സർക്കാർ എന്താണ് അവരുടെ ഹൈന്ദവരോടുള്ളതും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളോടുള്ളതും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോടും ആചാരാനുഷ്ഠാനങ്ങളോടുള്ള അവരുടെ സമീപനം. അപ്പം വളരെ വ്യക്തമാണ് ആ സമീപനം. എങ്ങനെയെങ്കിലും ആചാര അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കുക, ഭക്തരെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുക, ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കുക, അതിലൂടെ മറ്റാരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റാരുടെയോ കയ്യടി നേടാൻ വേണ്ടി കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് നേരത്തെ ശ്രീ അനിൽജി പറഞ്ഞതുപോലെയുള്ള ഓരോ കാര്യങ്ങളും. അല്ലാതെ ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതുകൊണ്ട് ഇവർക്ക് തൃപ്തിയാവുന്നതല്ല. പക്ഷെ അത് ഇവർ കയറ്റിയല്ലോ എന്ന് പറയുമ്പോൾ അത് മറ്റു ചിലർക്കുണ്ടാക്കുന്ന ആഹ്ലാദം, ആ ആഹ്ലാദത്തിൽ അഭിമാനിക്കാൻ വേണ്ടിയാണ് അന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകളെ, ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും, രാത്രിയുടെ മറവിൽ കറുത്ത വേഷമിട്ട് ചാക്കി കെട്ടി സന്നിധാനത്തിൽ എത്തിച്ചത്. അതുപോലെ തന്നെ വളരെ പരസ്യമായ രീതിയിൽ അയ്യപ്പസ്വാമിയെ അവഹേളിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആ കറുത്ത വസ്ത്രത്തെ അവഹേളിക്കുന്ന രീതിയിൽ, ആ കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പസ്വാമിയുടെ മുദ്രയാണ് മാല, ആ മാല അണിഞ്ഞ് വളരെ മോശമായ രീതിയിൽ പോസ്റ്റ് ഇട്ട ഒരു സ്ത്രീയെ, രഹന ഫാത്തിമെ, പോലീസിന്റെ അകമ്പടിയോടെ പോലീസിന്റെ സുരക്ഷിതത്വത്തിൽ അവർ കെട്ടി എഴുന്നള്ളിച്ച് പമ്പയിൽ നിന്ന് നീലിമല കയറ്റി 18-ാം പടിയിൽ അവിടം വരെ എത്തിച്ചത്, നടപ്പന്തൽ വരെ എത്തിച്ചത്. അന്നത്തെ അവിടുത്തെ തന്ത്രി കണ്ഠരര് രാജീവ് ഒരു ശക്തമായ ഒരു നിലപാടെടുത്തു. അവർ 18-ാം പടി ചവിട്ടിയാൽ നടയടയ്ക്കുമെന്നും പുണ്യാഹം നടത്തുമെന്നും. അതുകൊണ്ട് മാത്രമാണ് അവർക്കന്ന് പടി ചവിട്ടാൻ പറ്റാതെ പോയത്. അപ്പൊ അതിനുള്ള പ്രതികാരമായിട്ടാണ് രാത്രിയുടെ മറവിൽ ഈ പറഞ്ഞ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും അവിടെ എത്തിച്ചത്. അപ്പൊ അന്ന് വിചാരിച്ചു ഇതെല്ലാം അങ്ങ് സോൾവ് ചെയ്ത് കളയാം, ഹിന്ദുക്കളെ അങ്ങ് താറടിച്ച് കളയാമെന്ന്. പക്ഷെ അവിടെയാണ് തുടങ്ങിയത്. അന്നാണ് ഹൈന്ദവ ചൈതന്യം, ശക്തി എന്തെന്ന് പിണറായി സർക്കാർ മനസ്സിലാക്കിയത്. ആത്മീയതയിലൂടെ ഹിന്ദുക്കൾ ഒന്നാകുമെന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് ഈ തെരുവിലേക്ക് ഇറങ്ങിയ അത് ബഹളം ഉണ്ടാക്കാനോ തല്ലാനോ അടിക്കാനോ കല്ലെറിയാനോ ഒന്നും അല്ല. അയ്യപ്പ ഭക്തന്മാർ അവർ നാമജപ ഘോഷയാത്രകളാണ് പല സ്ഥലത്തും നടത്തിയത്. അതിനെ നാമജപത്തിനെ തെറിയാണെന്ന് പറഞ്ഞു. നാമജപ ഘോഷയാത്ര നടത്തിയവരെ ക്രൂരമായി മർദ്ദിച്ചു, അവരുടെ പാർക്ക് ചെയ്ത വാഹനങ്ങളെ തല്ലി പൊട്ടിച്ചു. ഒരു പാവം ഭക്തനെ പാർട്ടി ഓഫീസിൽ നിന്ന് കല്ലെറിഞ്ഞ് കൊന്നു. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്ത ഈ സർക്കാർ, അപ്പൊ ഈ സർക്കാരിന് എന്താണ് ഇപ്പം അയ്യപ്പനോടൊരു സ്നേഹം? ഞാൻ ചോദിക്കട്ടെ, അയ്യപ്പ ഭക്ത സംഗമം എന്ന് ഇവർ പറയുന്നെങ്കിലും ഇവരുടെ എവിടെയെങ്കിലും പോസ്റ്ററിൽ ഭക്ത സംഗമം ഉണ്ടോ? ആഗോള അയ്യപ്പ സംഗമം. അപ്പൊ ഭക്ത സംഗമം എന്ന് പറയാൻ ഇവർക്ക് ഭക്തി വേണ്ടേ? ഇതിൽ ഭക്തിയുള്ള ആരാണ്? പിണറായി വിജയനാണോ ഭക്തൻ? അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി വാസവനാണോ ഭക്തൻ? ആരാ ഇതിൽ ഭക്തൻ? അപ്പൊ ഈ ഭക്തൻ ഇല്ലാത്തവർക്ക് എങ്ങനെ ഭക്ത സംഗമം നടത്താൻ പറ്റും? അപ്പൊ നാളെ ചോദ്യം വരാതിരിക്കാനാണ് ആഗോള അയ്യപ്പ സംഗമമാക്കിയത്. ഇപ്പൊ ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്ന് പറയുന്ന വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ്. അപ്പൊ ഹിന്ദുക്കളെ ഏത് രീതിയിലെങ്കിലും മയക്കി എടുക്കാന്നാണ് വിചാരം. പക്ഷേ ഇത് അവർ മനസ്സിലാക്കുന്നില്ല. ഇവർ ഈ യുവതി പ്രവേശനത്തിന് കാണിച്ച അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. ഇങ്ങനൊരു സംഗമം നടത്തിയാൽ തീർച്ചയായിട്ടും അത് അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും വലിയ കോപത്തിന് പാത്രമായി തീരും. പിന്നെ മാത്രമല്ല, ഈ സംഗമം നടത്താൻ പോകുന്ന എവിടെയാണ്? പമ്പാ ഗണപതിയുടെ നടയിൽ, ആ പുണ്യ പമ്പയുടെ തീരത്ത്. മാത്രമല്ല ആ സ്ഥലത്താണ്
ഭഗവാനെ വർഷത്തിലൊരിക്കൽ ആറാടിക്കുന്നത്. ആ ആറാട്ട് നടക്കുന്ന ആ പമ്പ മണൽപ്പുറത്ത് ഇങ്ങനെ വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരായ അല്ലെ കമ്മ്യൂണിസ്റ്റ് പിണിയാളുകളായ ആൾക്കാരെ കൊണ്ടുവന്നൊരു സമ്മേളനം നടത്തുന്നു. മാത്രമല്ല തലേ ദിവസം അവർക്ക് ശബരിമലയിൽ ദർശനമൊരുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെയാണോ ശബരിമല? പിന്നെ എന്തിനാ ശബരിമലയിൽ വ്രതാനുഷ്ഠാനം? മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനാ? മണ്ഡലവ്രതം അനുഷ്ഠിച്ചവർ മാത്രമേ ശബരിമലയിൽ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തിനാ? എന്തുകൊണ്ടാ 18-ാം പടിയിൽ ഇരുമുടിക്കെട്ടില്ലാതെ ചവിട്ടാൻ പാടില്ലെന്ന് പറയുന്നത്? അവിടെ അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അവിടെ പോകുന്ന ഭക്തരല്ല, ശബരിമലയിൽ ഒരു ഭക്തരും പോകുന്നില്ല. അവിടെ പോകുന്നത് അയ്യപ്പന്മാരാണ്. ആ അയ്യപ്പന്മാരായി മാറിയിട്ടാണ് അവിടെ ദർശനത്തിന് പോകുന്നത്. അത്രയും പുണ്യ പവിത്രമായ ഒരു സ്ഥലം, അത് ഈ പിണറായി സർക്കാരിനും കൂട്ടർക്കും അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല. ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, എന്തിനു വേണ്ടി അവർ സംഗമം നടത്തുന്നത്? മറ്റൊരു ഉദ്ദേശവുമില്ല. പാവപ്പെട്ട കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന അയ്യപ്പന്മാർ അത് പല രീതിയിലും അവരെ സ്വാധീനിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും പല അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് കുറെ ആൾക്കാരെ വരുത്തിയിട്ട് അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ അടിച്ചു മാറ്റുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ഇതിൽ ഭക്തിയില്ല, ഇതിൽ അയ്യപ്പനില്ല, ഭഗവാനില്ല, ആചാരാനുഷ്ഠാനങ്ങളില്ല. ഇത് വെറും ഒരു പാർട്ടി സമ്മേളനത്തിന്റെ നിലയിലേക്ക് എത്തും. പക്ഷേ ഇവരുടെ സ്വാധീനം വെച്ച് ഇവർക്ക് 3000 പേരെ ഒന്നും അവിടെ സംഘടിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നുമില്ലെങ്കിലും തൊഴിലുറപ്പുകാരെ കൊണ്ട് നിരത്തിയാലും 3000 പേർക്ക് പുറത്തു വരും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണോ അവിടെ വരേണ്ടത്? അതാണോ അയ്യപ്പ സംഗമം നടത്തേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പലരും പറയുന്നുണ്ട്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് പലരും പറയുന്നുണ്ട്, ഇത് ഇനി എല്ലാ ഹൈന്ദവ സംഘടനകളെയും ക്ഷണിക്കും, അയ്യപ്പ സേവാ സംഘടനകളെ ക്ഷണിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് ഇങ്ങനൊരു സംഗമം നടത്താൻ? ഇവിടെ ഈ പറഞ്ഞ പോലെ പിണറായി സർക്കാർ എന്താ ചെയ്തത്? ഈ നേരത്തെ പറഞ്ഞ പോലെ അയ്യപ്പ ഭക്തന്മാരെ തല്ലി ചതച്ചു, അവരുടെ വാഹനങ്ങൾ നശിപ്പിച്ചു, അവർക്കെതിരെ വലിയ 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 രീതിയിലുള്ള വകുപ്പുകൾ വെച്ച് കേസുകൾ എടുത്തു. എന്നിട്ട് CIA പ്രശ്നം വന്നപ്പോൾ പറഞ്ഞു ഇതുപോലുള്ള കേസുകളെല്ലാം പിൻവലിക്കാൻ പോവാണ്. ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നും പല കോടതികളിൽ പല ആൾക്കാർക്ക് വേണ്ടി ഇപ്പോഴും കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ശബരിമല വിധി വന്നപ്പോ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പറഞ്ഞു, ഞങ്ങൾ ഇത് റിട്ട് കൊടുക്കാൻ പോവാണ്, ഞങ്ങൾ റിവ്യൂ കൊടുക്കാൻ പോവാണ്, അതില് ഞങ്ങൾ കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ പിടിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണെന്നറിയില്ല, പിറ്റേ ദിവസം പത്മകുമാർ മാറ്റി പറഞ്ഞു. പക്ഷേ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും എന്താണ് അവർ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്ത്രീ പ്രവേശന അനുകൂലമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് കേരള സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോഴും സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അയ്യപ്പ ഭക്തന്മാരെ തല്ലി ചതച്ചു, ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി, ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി 2 സ്ത്രീകളെ കെട്ടിയിറക്കി അവിടെ കൊണ്ടുപോയി. ഇവര് ഈ ഹൈന്ദവ സംഘടനകളെയോ അല്ലെ അയ്യപ്പ ഭക്ത സംഘടനകളെയോ ക്ഷണിക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ ചെയ്യട്ടെ. ആദ്യം, ഈ ചെയ്ത തെറ്റിന് പരസ്യമായിട്ട് മാപ്പ് പറയട്ടെ. രണ്ടാമത്, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിച്ച് ഞങ്ങൾ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള കൊടുക്കട്ടെ. മൂന്നാമത്, ഈ കേസുകളെല്ലാം പിൻവലിക്കട്ടെ. എന്നിട്ട് വേണം അയ്യപ്പ സംഗമം നടത്താൻ. അല്ലാതെ അയ്യപ്പ സംഗമം അല്ല നടത്തുന്നത്, ഇത് തട്ടിപ്പ് സംഗമമാണ്, അയ്യപ്പ സംഗമം അല്ല. ഇങ്ങനൊരു സംഗമം നടത്തുന്നതിൽ ഒരു ഹൈന്ദവ സംഘടനകളും ഈ ഒരു അവസ്ഥയിൽ പങ്കെടുക്കില്ല. ഈ 3 കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം ഒരു ക്ഷണിച്ചാലും ഇനി കെട്ടി എഴുന്നള്ളിച്ചു പോയാലും ഒരാൾ പോലും പങ്കെടുക്കില്ല. മാത്രമല്ല, യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഒരു കാരണവശാലും ഇവർ പങ്കെടുക്കില്ല. അങ്ങനെ പങ്കെടുക്കുന്നവർക്ക് അയ്യപ്പന്റെ അനുഗ്രഹമില്ല, അയ്യപ്പന്റെ കോപത്തിന് അവർ പാത്രമായി തീരും. അതുകൊണ്ട് മനസ്സിലാക്കുക, അങ്ങനെ പിണറായി വിജയൻ പല രീതിയിലുള്ള പ്രീണനങ്ങളിലൂടെയും ഭീഷണിയിലൂടെയും മറ്റും പലരെയും അവിടെ എത്തിക്കാൻ ശ്രമിക്കും. അങ്ങനെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും അയ്യപ്പ സ്വാമിയുടെ കോപത്തിന് പാത്രമായി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം എവിടെയാണ് ഈ സ്ത്രീ പ്രവേശനം വിഷയം തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഒന്നിനൊന്ന് എന്തെല്ലാം, പ്രളയം തൊട്ട് കൊറോണ തൊട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മളിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്ക് ആ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഇവരെല്ലാം കൂടി ചേർന്ന് ചെകുത്താന്റെ നാടാക്കി മാറ്റിയിരിക്കുകയല്ലേ. ഇതിനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുക. ഞാൻ ചോദിക്കട്ടെ, കലിയുഗ വരദനാണ് അയ്യപ്പസ്വാമി. ഈ കലിയുഗത്തിൽ ഒരേ ഒരു ഈശ്വരീയ ജന്മമേ ഉണ്ടായിട്ടുള്ളൂ, അത് അയ്യപ്പസ്വാമിയാണ്. കേരളത്തിന്റെ പരദേവതയാണ്. ഭാരതത്തിന്റെ പരദേവത ബദരീനാഥനാണെങ്കിൽ കേരളത്തിന്റെ പരദേവതയാണ് ആ മലയുടെ മുകളിൽ ഇരിക്കുന്ന ആ ഭഗവാൻ. ആ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച സാക്ഷാൽ അത് അയ്യപ്പസ്വാമി. ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി ആണ് ശബരിമലയിലെ ദൈവം.
ലോകത്ത് ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രം മാത്രമേ ഉള്ളൂ, അത് ശബരിമല മാത്രമാണ്. അത്രയും ചൈതന്യപൂർണമായ ക്ഷേത്രത്തെ നശിപ്പിക്കാനും എല്ലാ രീതിയിലും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണ അധികാരമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് മഹാനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനായിരുന്നു. അതുപോലെ വ്യക്തിത്വങ്ങൾ ഇരുന്ന ഈ ദേവസ്വം ബോർഡിലാണ് ഇന്ന് ഈ പിണറായിയുടെ പിണിയാളുകളെ, ഏറാം മോഡികളെ പിടിച്ച് പ്രസിഡന്റും മെമ്പർമാരും ആക്കിയിട്ട് അവരെ വെച്ച് ഭരിക്കുകയാണ്. ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒരു അധികാരവുമില്ലാത്ത, ദേവസ്വം ബോർഡിൽ ഒരു അധികാരവുമില്ല, ആ വെറും ഒരു ആലങ്കാരികമായ പദവി മാത്രമാണ്. പക്ഷെ ഈ പറഞ്ഞ സർക്കാരിന്റെ ഈ പിണിയാളുകളെ വെച്ചിട്ട് അവരെ വെച്ച് ദേവസ്വം ഭരിക്കുന്നു. ദേവസ്വം എന്തിനു ഭരിക്കുന്നു? ദേവസ്വം ഭരിക്കേണ്ട ആരാണ്? ക്ഷേത്രം ഭരിക്കേണ്ട ആരാണ്? ക്ഷേത്ര വിശ്വാസികളാണ്, ഈശ്വര വിശ്വാസികളാണ് ക്ഷേത്രം നോക്കേണ്ടത്. ഇത് എത്ര പേർക്കുണ്ട് ഈശ്വര വിശ്വാസം? കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ മകരവിളക്കിന്റെ അന്ന് ഇന്നത്തെ ഈ ദേവസ്വം മന്ത്രി ആ തിരുനടയിൽ നിന്ന നിൽപ്പ്. അതിനു മുമ്പുള്ള ദേവസ്വം മന്ത്രി എന്താ ചെയ്ത്? ആ പുണ്യമായ തീർത്ഥത്തെ വാങ്ങിച്ച് സാനിറ്റൈസർ പോലെ കൈകഴുകി. ഇങ്ങനെ ഉള്ളവരാണോ അയ്യപ്പ സംഗമം നടത്തേണ്ടത്? ഇവർക്ക് ഭക്തിയുണ്ടോ? ഇവർ ഭക്തസംഗമമാണോ? അപ്പൊ ഇതില് പിന്നിൽ വലിയ ഗൂഢലക്ഷ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു സംഗമത്തിന് ആദ്യം ക്ഷണിച്ചതാരെയാണ്? സ്റ്റാലിൻ ആരാണ്? സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ച ആളാണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ എല്ലാം സ്വത്തുക്കൾ തട്ടി നിൽക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വ്യക്തിയെ, അയാളുടെ മകൻ എന്താണ് ചെയ്തത്? സനാതന ധർമ്മം വൈറസ് ആണെന്ന് പറഞ്ഞ ആളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഭക്തസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എന്ത് യോഗ്യതയുണ്ട്? തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് അതിൽ മുഖ്യ ആതിഥേയായി പങ്കെടുക്കാൻ എന്ത് യോഗ്യതയുണ്ട്? അപ്പൊ ഇത് ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും പിണറായി വിജയന്റെയും കൂട്ടത്തിന്റെയും ഈ ഉഡായിപ്പ് പരിപാടികളിൽ തലവെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും, പഴയ മേൽശാന്തിമാരായാലും ശരി, അല്ലെങ്കിൽ ശബരിമല ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരായാലും ശരി, പന്തളം കൊട്ടാരമായാലും ശരി, തന്ത്രി കുടുംബമായാലും ശരി, ഒരു ഹൈന്ദവ സംഘടനകളും ഇതിൽ ഭാഗമാകാവരുത്. അത് ദോഷം ചെയ്യും. അവർക്ക് തീർച്ചയായിട്ടും അത് അപകടമായിരിക്കും. അയ്യപ്പന്റെ കോപത്തിന് പാത്രമാവുമെന്ന് മാത്രം ഞാൻ പറയുന്നു. ഞാനൊരു പരിപാടിയിലാണ്, അതുകൊണ്ട് അനിൽജി എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സ്വാമിയെ ശരണമയ്യപ്പ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി.